എല്ലാ പ്രിയ സുഹൃത്തുക്കൾക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഞാനും ദേവും കൂടെ ഇൻ ഹൗസ് ഡ്രഗ്സ് ബാങ്ക് IHDB വരെ പോയി. ഇവിടെ ഞാൻ ഫോട്ടോസ് ഇട്ടേക്കാം. ഈ ഇൻ ഹൗസ് ഡ്രഗ് ബാങ്ക് എന്ന് പറയുന്നത് നമ്മുടെ രേണു സുധിയുടെ ഈ ബില്ല് പ്രൊവൈഡ് ചെയ്ത ഫാർമസിയാണ്. ഇവിടെ നേരിട്ട് പോയി ഈ ബില്ലിൻ്റെ യാഥാർത്ഥ്യം എന്താണെന്നുള്ളത് ഞങ്ങൾ തിരക്കിയിട്ടുണ്ട്. ഈ ബില്ലാണ് ഇപ്പോൾ ഭയങ്കര ചർച്ചയായിട്ട്, ഇപ്പോൾ സോഷ്യൽ മീഡിയ മൊത്തം ഈ ബില്ല് ഫേക്ക് ആണെന്നും ഈ ബില്ല് കറക്റ്റ് ആണെന്നും ഉള്ള ചർച്ചകളാണ് പൊയ്ക്കൊണ്ടിരിക്കുന്നത്. അതുമായിട്ട് ബന്ധപ്പെട്ട് ഞാനും ദേവും കൂടെ നേരിട്ട് പോകാനുള്ള കാരണം, എനിക്ക് ഈ ബില്ലിൻ്റെ പല ഭാഗങ്ങളും എഡിറ്റഡ് ആണോ എന്നൊരു സംശയം തോന്നി. ഞാൻ പലയിടത്തും അത് പ്രകടിപ്പിച്ചിട്ടുണ്ടായിരുന്നു. ഇത് ഡായിപ്പാണ്, ഇങ്ങനൊരു ബില്ലില്ല എന്നല്ല ഞാൻ പറഞ്ഞത്. ഇതിനകത്ത് എഡിറ്റഡ് ആവാനുള്ള സാധ്യതകളുണ്ടോ എന്നൊരു സംശയമാണ് ഞാൻ പ്രകടിപ്പിച്ചത്. എനിക്കങ്ങനെ സംശയം തോന്നാനുള്ള കാരണം, ഇതിന് മുൻകാലങ്ങളിൽ ഈ രേണുവിൻ്റെ ഭാഗത്തു നിന്ന് പുറത്തു വന്നിട്ടുള്ള കള്ളത്തരങ്ങളും രേണു പറഞ്ഞിട്ട് മാറ്റി പറയുന്ന കാര്യങ്ങളൊക്കെ, ഫസ്റ്റ് ക്യാൻസർ ഇല്ല എന്ന് പറഞ്ഞു, പിന്നെ ക്യാൻസർ ആണെന്ന് പറഞ്ഞു, ആദ്യത്തെ ഭർത്താവിൻ്റെ കാര്യമെന്ന് പറഞ്ഞു, പിന്നെ അത് മാറ്റി പറഞ്ഞു. ഇങ്ങനെ മുൻകാലങ്ങളിൽ രേണുവിൻ്റെ ഭാഗത്തു നിന്നും വന്നിട്ടുള്ള ചില കാര്യങ്ങൾ വെച്ചിട്ടാണ് ഇതിനകത്ത് ഒരു ഫോർജറിക്കുള്ള സാധ്യതയുണ്ടോ എന്ന് ഞാൻ ചിന്തിച്ചത്. അതുമാത്രമല്ല, ഈ രാവിലെ ഞാൻ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. ഈ ഒരു കോൺട്രവേഴ്സിയായിട്ട് ബന്ധപ്പെട്ട് ഈ കോൺട്രവേഴ്സി തീർക്കാനായിട്ട് രേണുവിൻ്റെ ചേച്ചി ഈ ബില്ല് പബ്ലിഷ് ചെയ്തപ്പോഴത്തേനും ഒരു സൈഡ് പൊത്തിപ്പിടിച്ചിട്ടാണ് കാണിച്ചത്. അതായത് വൈറ്റൽ ഇൻഫർമേഷൻ പൊത്തിപ്പിടിച്ചിട്ടാണ് കാണിക്കുന്നത്. സോ ഇതിൻ്റെ റിയൽ ആയിട്ടുള്ള, അതായത് ഈ പൊത്തിപ്പിടിക്കാത്ത ഭാഗം കാണാൻ എനിക്ക് താല്പര്യമുണ്ടെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നീട് അത് അനീഷ് വ്ലോഗിൻ്റെ ചാനലിലൂടെ, സീക്രട്ട് ഏജൻ്റെ ചാനലിലൂടെ ഒക്കെ ഞാൻ കണ്ടപ്പോഴത്തേനും ഈ ബില്ലിൻ്റെ ഈ പൂർണ്ണമായിട്ടുള്ള ഭാഗം ഞാൻ കണ്ടു. പൂർണ്ണമായിട്ടുള്ള ഭാഗം കണ്ടപ്പോഴത്തേനും പല കോൺട്രവേഴ്സികൾ എന്നിട്ടും പരക്കുന്നുണ്ട്. ബിച്ചുവിൻ്റെ ചാനലിലൂടെ ഈ ഒരു ഫാർമസിയിലേക്ക് ഡയറക്റ്റ് വിളിച്ചിട്ട് അവിടെ ഈ മെഡിസിൻ ഉണ്ടോ എന്ന് ചോദിച്ചപ്പോഴത്തേനും അവിടെ അങ്ങനെ ഒരു മെഡിസിൻ സെല്ല് ചെയ്തിട്ടേ ഇല്ല എന്നൊരു ഇൻഫർമേഷനാണ് പുറത്തേക്ക് വന്നത്. അപ്പോൾ ഇങ്ങനെ ഒരു അവ്യക്തത പരക്കുന്ന സാഹചര്യത്തിലാണ് ഞാനും ദേവും കൂടെ നമുക്ക് നേരിട്ട് അവിടെ പോയി തിരക്കാം എന്ന് തീരുമാനിച്ചത്. അങ്ങനെ ഞങ്ങൾ നേരിട്ട് അവിടെ ചെന്നു. നേരിട്ട് അവരോട് കാര്യങ്ങൾ തിരക്കിയപ്പോൾ ഈ ബില്ല് ഒറിജിനലാണ് എന്നൊരു ഇൻഫർമേഷനാണ് നമുക്ക് കിട്ടിയത്. ഈ ബില്ല് ഒറിജിനലാണ്. ഈ മെഡിസിൻ്റെ ശരിയായിട്ടുള്ള പ്രൈസ് 2,57,000 തന്നെയാണ്. അത് ഡിസ്കൗണ്ട് റേറ്റ് എല്ലാം കഴിഞ്ഞിട്ട് 2,02,628 രൂപ 50 പൈസയ്ക്കാണ് മേടിച്ചത്. ഇത് ആ ഫാർമസിയിൽ നിന്ന് തന്നെ ഇഷ്യൂ ആയിട്ടുള്ള ബില്ലാണ്. ഈ ബില്ല് പ്രൊവൈഡ് ചെയ്ത സ്റ്റാഫിനെ ഞങ്ങൾ കണ്ടു. അവരോട് ഞങ്ങൾ സംസാരിച്ചപ്പോഴത്തേനും അവരാണ് ഈ ബില്ല് ഇഷ്യൂ ചെയ്തത്, അവരാണ് ഇതിൻ്റെ താഴെ സൈൻ ചെയ്തിരിക്കുന്നതെല്ലാം. അപ്പോൾ അവരോട് ചോദിച്ചപ്പോഴത്തേനും അവരും അത് വെരിഫൈ ചെയ്തു. ഈ ബില്ല് ഇവിടെ തന്നെ വാങ്ങിയതാണ്. 2,57,000 രൂപയാണ് അതിൻ്റെ MRP റേറ്റ്. അതിൽ നിന്നും ചില ഡിസ്കൗണ്ടുകൾ ആഡായിട്ടാണ് ഈ 2,02,000 സംതിങ് റുപ്പീസിന് ഇത് കസ്റ്റമറിലേക്ക് എത്തിക്കുന്നത്. ഇത് അവിടെ വരുന്ന എല്ലാ പേഷ്യൻസിനും ഈ റേറ്റിൽ തന്നെയാണ് ഈ മെഡിസിൻ പ്രൊവൈഡ് ചെയ്യുന്നത്. അതോടൊപ്പം തന്നെ എന്തെങ്കിലും ആനുകൂല്യങ്ങൾ കിട്ടുമോയെന്ന് അവർക്കറിയില്ല. പക്ഷേ പല ഗവൺമെൻറ് സ്കീംസ് ഉണ്ട്, അതിലൂടെയൊക്കെ ഈ ആനുകൂല്യങ്ങളൊക്കെ ആപ്ലിക്കബിൾ ആകും എന്ന രീതിയിലുള്ളൊരു ഇൻഫർമേഷനാണ് കിട്ടിയത്. അപ്പോൾ നമ്മൾ വ്യക്തമായിട്ട് ചോദിച്ചു, പല കാര്യങ്ങളും അവരോട് ചോദിച്ചു. അപ്പോൾ അത് ആ ബില്ല് ഇഷ്യൂ ചെയ്ത ആളെ നേരിട്ട് കണ്ട് നമ്മൾ തന്നെ വെരിഫൈ ചെയ്തതാണ്. സോ ഈ ബില്ല് ഫേക്ക് അല്ല, ഇത് റിയലാണ്. ഈ എക്സാക്ട് ബില്ല് നമ്മളവരെ ഫോട്ടോ കാണിച്ചു. ഈ ബില്ല് തന്നെയാണ് അവർക്ക് കൊടുത്തത്. ഈ സെയിം ബില്ല് ഇഷ്യൂ ചെയ്ത ആളെ നമ്മൾ കണ്ട് വെരിഫൈ ചെയ്തിട്ടുണ്ട്. ഇനി മറ്റൊരു കാര്യം പറയുമ്പോഴത്തേനും, ഈ ഒരു ബില്ലുമായിട്ട് ബന്ധപ്പെട്ട് ഒരുപാട് കോൺട്രവേഴ്സികൾ നടക്കുന്നുണ്ടെങ്കിലും രേണുവിൻ്റെ ചേച്ചി ആദ്യം ഈ ബില്ല് പബ്ലിഷ് ചെയ്ത സമയത്ത് അന്ന് രാത്രി തന്നെ ഞാൻ ഈ വീഡിയോ കണ്ടിട്ടുണ്ടായിരുന്നു. രേണുവിൻ്റെ ചേച്ചി പബ്ലിഷ് ചെയ്ത വീഡിയോ. സോ ഇത് അപ്രോക്സിമേറ്റ്ലി ആദ്യം ഇത് തംബ്നെയിലിൽ വെച്ചൊരാൾ ഞാനാണ്. നെക്സ്റ്റ് ഡേ മോർണിംഗിലേക്ക് ഞാൻ ഷെഡ്യൂൾ ചെയ്തിട്ടാണ് കിടന്നുറങ്ങിയത്. അതിനുശേഷം നെക്സ്റ്റ് ഡേ ഈ രേണുവിൻ്റെ ചേച്ചി കൊണ്ടുവന്ന ആ വീഡിയോ ഞാൻ റിയാക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. ഈ ബില്ലിനെക്കുറിച്ച് ഒരുപാട് സംശയങ്ങൾ എൻ്റെ ഭാഗത്തു നിന്നും പുറത്തേക്ക് വന്നിട്ടുണ്ടായിരുന്നു. ആയതിനാൽ തന്നെ ഇതൊരു സംശയ നിവാരണം നടത്തി ഈ ബില്ലിൻ്റെ യാഥാർത്ഥ്യം ജനങ്ങളിലേക്ക് എത്തിക്കുക എന്നുള്ളത് എൻ്റെ ബേസിക് റെസ്പോൺസിബിലിറ്റിയാണ്. അപ്പോൾ എനിക്ക് സംശയം ഉണ്ടായിരുന്നു, ഈ ബില്ലിനകത്ത് എന്തെങ്കിലും ഫേക്ക് ഉണ്ടോ, ഫോർജറി ഉണ്ടോ എന്ന് എനിക്കൊരു ഡൗട്ട് ഉണ്ടായിരുന്നു. അപ്പോൾ എൻ്റെ വീഡിയോ കണ്ട പലർക്കും ഇങ്ങനൊരു സംശയം ഉണ്ടാകാനുള്ള സാധ്യതകളുണ്ട്. അപ്പോൾ ഇതിനകത്ത് ഇങ്ങനൊരു ഇൻഫർമേഷൻ അറിഞ്ഞിട്ട് നിങ്ങളെ അറിയിക്കുക, ഇത് റിയൽ ആണെന്നുള്ള സാധനം നിങ്ങളിലേക്ക് അറിയിക്കുക എന്നുള്ളത് എൻ്റെയും ബേസിക് റെസ്പോൺസിബിലിറ്റിയാണ്. അതുപോലെ തന്നെ ഇത് അറിഞ്ഞിട്ട് ഞാൻ പുറത്ത് പറയാതെ വെച്ച് കഴിഞ്ഞാൽ അതെൻ്റെ ഓഡിയൻസിനോട് ചെയ്യുന്ന ഭയങ്കര ഒരു ചതിയാകും, ദ്രോഹമാവും. അതുകൊണ്ടാണ് നമ്മൾ ഈ ഒരു ഇൻഫർമേഷൻ ഇവിടെ പബ്ലിഷ് ചെയ്യുന്നത്. സോ ആ കാര്യത്തിൽ ഒരു തീരുമാനമായിരിക്കുകയാണ് സുഹൃത്തുക്കളെ. ഈ ബില്ലിനകത്ത് യാതൊരു വിധത്തിലുള്ള ചതികളുമില്ല, വഞ്ചനകളുമില്ല. വളരെ യാഥാർത്ഥ്യമായിട്ടുള്ളൊരു ബില്ലാണ് രേണു സുധിയുടെ ഭാഗത്തു നിന്ന് വന്നിട്ടുള്ളത്. രേണു ഓൾറെഡി 2,02,000 സംതിങ് റുപ്പീസിൻ്റെ മെഡിസിൻ യൂസ് ചെയ്യുന്നുണ്ട്. അത് ഇതുപോലെ തന്നെ ഒരു ഇഞ്ചക്ഷനാണ്. ആ ഇഞ്ചക്ഷൻ
ഈ ക്യാൻസർ ഹൈലി സ്പ്രെഡ് ആകുന്നവർക്ക് വളരെ അത്യാവശ്യമുള്ള കാര്യമാണ്. ഇനി നമ്മൾ അറിയേണ്ട കാര്യം, ഈ 2,57,000 എന്നുള്ള ഒരു MRP റേറ്റ് മാത്രമാണ് തുടക്ക സമയത്ത് പല ചാനലുകളിലും സ്പ്രെഡായത്, പല മെയിൻ സ്ട്രീം പോലത്തെ ചാനലുകളിലെല്ലാം സ്പ്രെഡായത്. പക്ഷെ അതിന് ഒരു ഡിസ്കൗണ്ട് റേറ്റ് ഓൾറെഡി ആപ്ലിക്കബിൾ ആകുന്നുണ്ട്. ഇനി ഞങ്ങൾ ഇതുപോലെ തന്നെ ചോദിച്ചു, ഈ ബിച്ചുവിൻ്റെ ചാനൽ വന്നിട്ടുണ്ടായിരുന്നു, ഇവിടെ ആ ഒരു ക്ലിനിക്കിൽ ആ ഒരു ഫാർമസിയിൽ വിളിച്ചു ചോദിച്ചപ്പോഴത്തേനും അങ്ങനെ ഒരു മെഡിസിൻ അവിടെ പ്രൊവൈഡ് ചെയ്യുന്നില്ല എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതിനെക്കുറിച്ച് ഞങ്ങൾ അവരോട് ചോദിച്ചപ്പോഴത്തേനും ആ കോൾ അവിടെ അല്ല കണക്റ്റ് ആയിരിക്കുന്നത്. ബിച്ചു ആ കോൾ വിളിച്ചപ്പോഴത്തേനും അത് ഇവരുടെ സെൻട്രലൈസ്ഡ് ആയിട്ടുള്ള സ്ഥലത്താണ് കണക്ട് ചെയ്യുന്നത്. അവിടുന്ന് ആരും എടുത്തിട്ടാണ് ഇങ്ങനെ ഒരു മെഡിസിൻ ഇല്ല എന്ന് പറഞ്ഞത്. ആയതിനാൽ തന്നെയാണ് ഞങ്ങൾക്ക് ഇത് ഭയങ്കര കൺഫ്യൂഷനൊക്കെ കഴിഞ്ഞത്. കാരണം ഞങ്ങൾക്ക് ഭയങ്കര വിശ്വാസമുള്ള ഒരാളാണ് ബിച്ചു വിളിച്ച് ചോദിച്ചിട്ട് ഇല്ലെന്ന് പറഞ്ഞിട്ട് പിന്നെ എന്താണ് സംഭവിക്കുന്നതെന്ന് വെച്ചിട്ടാണ് ഞങ്ങൾ നേരിട്ട് പോയി നോക്കിയപ്പോൾ ഡയറക്റ്റ് ഈ ബില്ല് ഇഷ്യൂ ചെയ്ത ആളെ, ഈ ബില്ല് കൊടുത്ത, ഈ മെഡിസിൻ കൊടുത്ത ആളോട് തന്നെ നമ്മൾ സംസാരിച്ചിട്ടുണ്ട്. സോ നമ്മൾ ഇവിടെ ഒഫീഷ്യലി അനൗൺസ് ചെയ്യുന്നു, ഈ ഒരു ബില്ല് റിയലാണ്. ഇത്രയും ഒരു 2,02,000 രൂപയോളം ഈ ഒരു മെഡിസിന് റേറ്റ് ഉണ്ട്. അതിനകത്ത് ഇനി കൂടുതൽ കോൺട്രവേഴ്സികൾ ആവശ്യമില്ലാന്ന് തോന്നുന്നു. ഇത് ഞങ്ങൾ നേരിട്ട് പോയി വെരിഫൈ ചെയ്തതാണ്. ഞാൻ അവരുമായിട്ടുള്ള സംസാരം ഫോണിൽ റെക്കോർഡ് ചെയ്തിട്ടുണ്ട്. കോൾ റെക്കോർഡല്ല, വോയിസ് റെക്കോർഡ് ഓണാക്കി ഞാൻ റെക്കോർഡ് ചെയ്തിട്ടുണ്ട്. പക്ഷേ അവരുടെ പെർമിഷൻ ഇല്ലാത്തതുകൊണ്ട് ഞാനിത് പുറത്തേക്ക് വിടുന്നില്ല. ആർക്കെങ്കിലും ഡൗട്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ ഞാൻ എൻ്റെ പ്രസക്ത ഭാഗങ്ങൾ അവരോട് മാത്രം പറയാം. ഓക്കെ, ഇതൊക്കെയാണ് സംഭവം. നിങ്ങളുടെ അഭിപ്രായം തീർച്ചയായിട്ടും കമൻറ്റ് ബോക്സിൽ കമൻറ്റുകളെ രേഖപ്പെടുത്തും. മറ്റൊരു ഡേറ്റാണ് വരെ.